ഇതുപോലെ കട്ടുപടൽ കയറി കിടക്കുവാണേ. അതുകൊണ്ട് അവിടെ വെട്ടിത്തെളിച്ചാ പോകുന്നത്. ഞങ്ങൾ കാട്ടിക്കൂടെ വെട്ടിത്തെളിച്ചാ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ വീട്. അവിടെ നിന്ന് നമ്മൾ ഇതുവഴി ഈ കാട്ടിക്കൂടി ഇങ്ങനെ കയറി വന്നത്. ഇവിടെയൊക്കെ ഇതിപ്പോൾ നമ്മുടെ റബ്ബർ പ്ലാന്റേഷനാണ്. ഇതുവഴി ഞാൻ മുകളിലേക്ക് പോകുന്നതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ സ്പീഡിൽ നടന്ന് കയറിപ്പോയി കാണിക്കാം. അത് വലിയൊരു മലയാണ് കേട്ടോ, നല്ല കാടാണ്. അമ്മ അവിടെ വിറക് പറക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ കാണുന്ന അതേ സെയിം ചെടികളൊക്കെ തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ ഷോർട്സ് ആയിട്ട് ഇടാറുള്ളത്. ചെറിയ ചെറിയ ഔഷധ സസ്യങ്ങളുടെ പേര്. ഇത് തർദാവലാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ ഞാൻ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇപ്പം നല്ല വെയിലാണ്, അമ്മ മുകളിലാണ്. ഞാൻ ഓരോ ഈടി കയറുമ്പോഴും നല്ലതായിട്ട് ഇണക്കും കേട്ടോ. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നല്ല ഈസി ആയിട്ട് ഇതുവഴി കയറി പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോഴാണ് ഇത്ര സ്പീഡിൽ കയറിപ്പോകാനൊന്നും പറ്റാത്തത്. അപ്പം നിങ്ങൾ നോക്കിക്കോളൂ. ഇത് കണ്ടോ, അത് നമ്മുടെ പശുക്കൂടാണ്. നമുക്ക് പണ്ട് നിറച്ചും പശു ഉണ്ടായിരുന്നു, ഇപ്പോൾ പശുവൊന്നുമില്ല. അപ്പം ഞാൻ അവിടുന്ന് താഴെ നിന്ന് ഓരോ തട്ട് ഇങ്ങനെ കയറി വരണം കേട്ടോ. ഇവിടെ എല്ലാം പപ്പ തന്നെയാണ് വെട്ടുന്നത്. ഈ റബ്ബറെല്ലാം പപ്പ തന്നെ വെട്ടുന്നത്. വേറെ ആരും കൂലിക്കൊന്നും നിർത്തിയിട്ടില്ല. കൂലിക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് പപ്പ തന്നെ വെട്ടുന്നത്. അപ്പോൾ പണ്ട് നമ്മുടെ വീട്, അതായത് മൺകട്ട കൊണ്ടുള്ള വീട് നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു. അത് ഇടിവെട്ടിയൊക്കെ പോയി, ഇപ്പോൾ ഇല്ല അവിടെ. വന്യമൃഗങ്ങളുടെയൊക്കെ ശല്യം നന്നായിട്ടുള്ളത്. അതുകൊണ്ട് ഈ നിൽക്കുന്നതൊക്കെ നമ്മൾ കസ്തൂരി മഞ്ഞളിൻ്റെ ഒരു സെക്കൻഡ് ക്വാളിറ്റിയാണ്. അപ്പോൾ ഇവിടെ എല്ലാം നല്ല കാടുണ്ട് കണ്ടോ. ഇതിനകത്തൊക്കെ പന്നി ഒളിച്ചിരുന്നതൊന്നും നമുക്കറിയത്തില്ല. അപ്പം പന്നിയുടെ ആക്രമണമൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മരുന്നടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ, മരുന്നടിക്കുമ്പോൾ ഈ ചെടികളൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകും. ഇത് കണ്ടോ, പോകുന്ന വഴിക്ക് കണ്ടതാണ്. ഇത് കാട്ടിലെ ചണ്ണയാണ്. അതിന് വേറൊരു വെള്ള കളർ പൂവാണ്. പക്ഷെ നമ്മുടെ ഒറിജിനൽ ചണ്ണയ്ക്ക് ഒരു നീല കളർ എന്നിട്ടുള്ള പൂവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേട്ടാൽ അറിയാൻ പറ്റും, അതുപോലെ ഇടറുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ കയറി വന്നേക്കുന്നത് നിങ്ങളെ കാണിക്കാം. അതുകൊണ്ട് അത്രയും ഹൈറ്റിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് ഇത്രയും കയറി വന്നേക്കുവാണ്. കണ്ടോ, ഇതെല്ലാം ഇവിടെ റബ്ബർ പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ നമ്മുടെ വീട് കൊണ്ട് അവിടെ കാണാൻ പറ്റും. ഇത്ര ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പണ്ട് ഓറഞ്ച് മരമുണ്ട്, പിന്നെ കടച്ചക്കയില്ലേ, കടച്ചക്ക, ചീമച്ചക്ക എന്നൊക്കെ പറയുന്ന മരമൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാം ഇവിടോട്ടാണ്. നമ്മുടെ ആദായങ്ങളൊക്കെ ഉള്ളത് ഇവിടോട്ടാണ്. പക്ഷേ ഇതുപോലെ കാട് കയറി കിടക്കുകയാണ്, അതാണ് പ്രശ്നം. പപ്പ ഈ കാട്ടി വന്നിട്ടാണ് വെട്ടി എടുത്ത് റബ്ബർ ഷീറ്റാക്കി താഴെ കൊണ്ടുവരുന്നത്. അത് ഞാൻ ഇടയ്ക്ക് ലൈവ് ചെയ്തായിരുന്നു. പപ്പ ഷീറ്റ് ഒഴിക്കുന്നതും ഷീറ്റാക്കുന്നതും ഒക്കെ വെച്ചിട്ട് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കറ ഇങ്ങനെ കണ്ടോ. ഇതിപ്പോൾ ഇന്നലെ വെട്ടിയതിൻ്റെ ബാക്കിയായിട്ടാണ് കറ ഉറഞ്ഞിരിക്കുക. ഇതിപ്പോൾ ഒട്ടുപാലായിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് കണ്ടോ, ഇതുപോലെ കാന്താരിയാണ്, നിറച്ചും കാന്താരിയാണ്. നമ്മൾ ഇതുപോലുള്ള കാന്താരികൾ പറിച്ച് കുറേ വിപണിയിലൊക്കെ കൊണ്ടു കൊടുത്തായിരുന്നു. ഇന്നാൾ ഞാൻ കാന്താരിയുടെ വീഡിയോ ഇട്ടില്ലായിരുന്നു. അപ്പോൾ അതുപോലെ നമുക്ക് പറിച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടും. നമുക്ക് അന്ന് കിലോയ്ക്ക് 500 രൂപ വെച്ച് കിട്ടിയായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാം നല്ല വലിയ വിളഞ്ഞ കാന്താരി ഇരിക്കുന്നുണ്ടോ. ഈ കാന്താരി നോക്ക്, നല്ല വിളഞ്ഞിട്ടുള്ള കാന്താരിയാണേ. അപ്പോൾ ഇതിനൊക്കെ നല്ല എരിവ് കാണും. ചിലപ്പോൾ നല്ല ഇതുപോലെ വീർത്തിരിക്കുന്നതിനൊന്നും എരിവ് കാണത്തില്ല. ഇതാണ് നമ്മുടെ പറമ്പ് ഒക്കെ കേട്ടോ. ഓരോ പ്ലാറ്റ്ഫോമിന് ഞങ്ങൾ പറയുന്നത് ഈടി കയറി വരുവാണ്. ഇത് ഇങ്ങനെ തട്ട് കയറി വരുമല്ലേ. ഇനിയിപ്പോൾ മുകളിലോട്ട് വലിയ തട്ടാണ്, അങ്ങനെ തട്ടാണ് ഇനി. പിന്നെ ഞാൻ നിങ്ങളെ ഇപ്പോൾ ഒരു കാഴ്ച കാണിച്ചു തരാം. ഇപ്പം ഞാൻ നടന്നു പോകുന്ന വഴിക്ക് വവ്വാൽ കൊത്തിയിട്ട സാധനമാണ് ഇത് കണ്ടോ. ഇത് നമ്മുടെ നാട്ടിലെ ഈന്തപ്പഴം, കണങ്ങ എന്നൊക്കെ പറയും. ഇത് നമ്മൾ ഉണക്കി പൊടിച്ച് നമ്മുടെ അപ്പത്തിലൊക്കെ ചേർക്കാറുണ്ട്. ഇതിന് ഭയങ്കര മണമാണ് കേട്ടോ. അതിൻ്റെ കായകൾ കിളുത്തിട്ടുള്ള അതിൻ്റെ ചെറിയ വിത്തുകൾ, ഇതുപോലത്തെ കായകൾ വീണിട്ട് കിളുത്ത ഇലകളാണിത് കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ പനയുടെ പോലെയാണ്. മുകളിൽ ഇത് കായ്ച്ച് നിപ്പുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് അത്, വവ്വാൽ തിന്നതാണിത് കേട്ടോ. അതിൻ്റെ ആ തൊലി, അതിന് നല്ല മണമാണ്. അങ്ങനെ നമ്മൾ കയറി നമ്മുടെ വീട് അവിടെ ആയിരുന്നു. അവിടുന്ന് കയറി നമ്മൾ ഇവിടെ വന്നപ്പോൾ നല്ലൊരു തണലല്ലേ. ഇവിടെ മൊത്തം ഇങ്ങനെ കൊടികളാണ്, നമ്മുടെ കുരുമുളക് കൊടികളാണ്. ഇതെന്ന് പറയാൻ നമ്മുടെ പശുവിന് കൊടുക്കുന്ന തീറ്റപ്പുല്ലാണ്. പണ്ട് നമുക്ക് പശു ഉണ്ടായിരുന്നപ്പം കുറേ വെച്ചതാണ്. ഇപ്പോൾ പശുവൊന്നുമില്ല. പിന്നെ ചീരയില അമ്മ ഉണ്ടോയെന്ന് പറഞ്ഞു ഒത്തിരി. അമ്മ ചീരയില ഉണ്ടോ അമ്മേ? മുകളിലാണെന്ന് അമ്മ പറഞ്ഞത്. ഇത്തറി ചീരയില്ലേ, മൈസൂർ ചീര അല്ലെങ്കിൽ വേലി ചീര എന്നൊക്കെ പറയും. തോരൻ വയ്ക്കാൻ കിടുക്കാച്ചി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അപ്പം ഇത്തറി കുരുമുളകാണ് നമ്മുടെ ഇവിടെ ഉള്ളത് കേട്ടോ. റബ്ബറിലെല്ലാം കുരുമുളക് കയറ്റിയിട്ടേ. കാരണം റബ്ബറിനൊന്നും വലിയ ആദായമൊന്നും ഇപ്പോൾ ഇല്ല. ഷീറ്റിനൊന്നും വിലയില്ലാത്ത കാരണം നമ്മൾ കുരുമുളക് കയറ്റിയിട്ടേക്കുക റബ്ബറിൽ. അങ്ങനെ നമ്മൾ അമ്മ നിൽക്കുന്നിടത്തെത്തി. അമ്മ ഇവിടെ വിറക് വെട്ടുകയും അങ്ങനെ കുറച്ച് പണികളൊക്കെ ആയിരുന്നു. അമ്മ തന്നെ ഇവിടോട്ട് കയറി വന്നത്. നമ്മളോട് ഞാൻ പറഞ്ഞാൽ തന്നെ കയറി പോകണ്ടാന്ന് കേട്ടോ. ഇതാണ് നമ്മൾ താഴെ നിന്ന് വന്നു, മലയിൽ വന്നു. ഇനിയും കുറേ കയറി പോകാനുണ്ട് നമ്മുടെ വസ്തുവിലേക്ക് കേട്ടോ.
ഇവിടെ നല്ല അപ്പുറത്തോട്ടുണ്ട്, അവിടെ എല്ലാം കൊടിയാണ്. പക്ഷേ നമുക്ക് ഇത്രയും കുരുമുളകൊന്നും കിട്ടത്തില്ല. കിട്ടുന്നെങ്കിൽ കുറേയൊക്കെ കിളികളൊക്കെ തിന്നും പഴുത്ത് കഴിയുമ്പോൾ. അപ്പോൾ ഞങ്ങൾ രണ്ട് തവണ അമ്മ ഫ്രണ്ടിലുണ്ട്. അമ്മ അതുവഴി കാടൊക്കെ ചെത്തിപ്പറിച്ച് കയറി പോകുന്നുണ്ട്. ഞങ്ങളപ്പോൾ ഇതുവഴി നമ്മുടെ റബ്ബർ പ്ലാന്റേഷൻ ഇവിടെല്ലാം ഞാൻ പറഞ്ഞില്ലേ കുരുമുളക്, കാപ്പി അങ്ങനെയൊക്കെയാണ്. പിന്നെ കുരുമുളക് ചിലപ്പോൾ ഒക്കെ പൊഴിഞ്ഞു പോകാറുണ്ട്. അങ്ങനെ പൊഴിഞ്ഞു പോയി കിട്ടിയാൽ നമുക്ക് നല്ലത്. വാഴക്കൊലയൊക്കെ നിൽപ്പുണ്ട് കണ്ടോ. ഇതൊക്കെ ഇവിടെ നിൽക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് അല്ലേ ഇല്ലയമ്മേ? കുരങ്ങനൊന്നും പറിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് അമ്മ ഉണ്ട് കൊടിയെ കയറിയേക്കുന്ന പടലൊക്കെ വെട്ടി വെട്ടി വിടുന്നുണ്ട്. അമ്മ ഇപ്പോൾ പറഞ്ഞു തരും അത് എന്തൊക്കെ കൊടിയാണ്. അമ്മ പറയും ഇപ്പോൾ ഈ ഓരോ കൊടികൾക്കും ഓരോ പേരുണ്ട്. ഇതെങ്ങനെയാ അമ്മ അറിയുന്നത്? ഇരുമ്പ് ഇത് കണ്ടോ, ഇതിൻ്റെ പേര് വടക്കൻ എന്നാണ്. വടക്കൂന്ന് വന്നതുകൊണ്ടായിരിക്കും വടക്കൻ എന്നാണ് ഈ കുരുമുളകിൻ്റെ പേര്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു സമയമല്ലയോ വിളവെടുപ്പ്? അപ്പം ഏമേ അല്ല എന്ന് അമ്മ പറയുന്നുണ്ട്. ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ ഇലകൾ ചെറുതാണ്. അത് വെച്ചിട്ടാണ് ഇത് നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോൾ പറിക്കാമെന്ന് അമ്മ പറഞ്ഞത്. ജനുവരി കോട്ട എന്നാണ്. കരിങ്കോട്ട എന്തോ കോട്ടാന്ന്, വെറും കോട്ടാന്നാണ് കേട്ടോ. ഭയങ്കര ഇലയ്ക്ക് നല്ല വലിപ്പം കണ്ടോ. ഇതിന്റെ ഇലകൾ വെച്ചിട്ടാണ് നമ്മൾ ഇവിടുത്തെ പേരാണ് കേട്ടോ. പത്തനംതിട്ട സീതത്തോടുള്ളതിന്റെ പേരാണ് ഞാൻ പറഞ്ഞത്, ആരും തെറ്റിദ്ധരിക്കരുത്. ഇതിന്റെ കണ്ടോ, ഇതിന്റെ ഇല എന്ന് പറയുമ്പോൾ കൊടിയില ഈ ചെറുതാണ്, നൈസുമാണ്. പക്ഷെ നിങ്ങൾ ഇതിന്റെ നോക്ക്, കോട്ടയുടെ നോക്ക്, നല്ല വലുതാണ് കണ്ടോ. അതാണ് വ്യത്യാസം അമ്മ പറയുന്നത്. വേണ്ട അമ്മ ഇവിടെ നിന്ന് ആട്ടുകാല് നമ്മുടെ റബ്ബറിൽ നിന്ന് പറിച്ച് വലിച്ചെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടോ ഇത്രയും വലിപ്പമുണ്ട്. ആട്ടുകാലെന്ന് പറയാൻ കാരണം ഇത് കണ്ടോ, ഇങ്ങനെ ആട്ടിൻ്റെ രോമം പോലെ ഉണ്ട്. ഇതിൻ്റെ ഇലകളാണ്. അതുകൊണ്ട് ഈ റബ്ബറിൽ ഇങ്ങനെ ഇതിനകത്ത് കുറേ പറ്റി പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ ആ റബ്ബർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വേര് ചെയ്തെടുക്കുന്ന ആ വെള്ളമൊക്കെയാണ് ഇത് കഴിക്കുന്നത്. ഇതേണ്ട നീളത്തിലമ്മ പറിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതാണ് ആട്ടുകാൽ കിഴങ്ങ്. ഇത് കോലിഞ്ചിയാണ്. ഇതിനടിയിൽ കൂടെ അമ്മ നൊത്തു കയറി ചെല്ലാനാണ് പറയുന്നത്. ഞാൻ ഇതിൻ്റെ അടിയിൽ കൂടെ പോവാണ് ഗൈസ്. എന്ത് സംഭവിക്കും ഒന്നും അറിയത്തില്ല കണ്ടോ. ഇതുവഴി ഇങ്ങനെ പോകുന്നത് അമ്മ പോകുന്നത് കണ്ടോ. എനിക്ക് വലിയ നീളം ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഇല്ലേ അമ്മേ? അമ്മ കണ്ട് കാടൊക്കെ വെട്ടിത്തെളിച്ചാണ് പോകുന്നതേ. ഞങ്ങൾ കാട്ടിക്കൂടെ വെട്ടിത്തെളിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ എനിക്ക് വലിയ നീളം ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ കണ്ടോ ഇവിടെ ഞാൻ കയറി വന്നത് ഇതുവഴി. ഇത് കോലിഞ്ചിയാണ്. അതുകൊണ്ട് ഇത് മരത്തിൻ്റെ മണ്ടവശവും മരത്തിൻ്റെ ചുവടാണ്. അതിൻ്റെ മണ്ടയിൽ മൊത്തം പടൽ കയറി കിടക്കുകയാണ്. നല്ലൊരു തണലാണ്. ഇവിടെ നിന്ന് വെറുതെ ഇങ്ങനെ വിശ്രമിച്ചൊക്കെ ഇരിക്കാം, നല്ല തണലാണ്. ഇത് കണ്ടോ, ഇതുപോലെ പശുവിൻ്റെ തീറ്റയായിരുന്നേ. അതിപ്പോൾ കാട് കയറി കട്ടുപടൽ കയറി മൊത്തം നമ്മൾ വലിയ ഹൈറ്റിലായി കണ്ടോ, ആകാശം നിറച്ചായി കണ്ടോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി അമ്മ ചീരത്തോട്ടത്തിലോട്ട് പോവാണേ. ഈ കാട്ടിക്കൂടെ ഇതിൻ്റെ മുകളിലെല്ലാം കട്ടുപടൽ കയറി കിടക്കുക കണ്ടോ. ഇതുപോലെ കട്ടുപടൽ കയറി കിടക്കുക. ഇതിനകത്തൂടെ ഞങ്ങൾ കയറി പൊക്കോണ്ടിരിക്കുവാണ് ഗായ്സ്. കണ്ടോ ഇതിനകം കണ്ടോ നല്ല തണലാണ്. ഒരു ഗുഹയൊക്കെ പോലെ കണ്ടോ, ഗുഹയൊക്കെ പോലെ. അമ്മ ചീര പറിക്കാൻ പോവാം. മൈസൂർ ചീരയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ആ ചീര ഇവിടെ വേലി പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് പറിക്കാം. അങ്ങനെ വെട്ടി താഴ്വശത്ത് വലിയ കാടൊന്നുമില്ല, മുകളിൽ പക്ഷേ മൊത്തം ഇതാ കട്ടുപടൽ കയറി കിടക്കുവാണ് കണ്ടോ. ഇതാണ് ശീമക്കൊന്ന എന്നൊക്കെ പറയുന്ന കൊന്നയാണ്, വേലിക്കൊന്ന എന്നൊക്കെ പറയും. അതിങ്ങനെ വെച്ച് ഓരോ കമ്പ് വെട്ടി ആക്കാൻ പറ്റും. ഇതുണ്ടോ താഴെയൊന്നും വലിയ ചപ്പില്ല, മുകളിൽ കട്ടുപടൽ കയറി കിടക്കുകയാണ്. നല്ല കാടാണേ. ഇത് കണ്ടോ ഇതുപോലെ കട്ടുപടൽ കയറി കിടക്കുവാണേ. അതുകൊണ്ട് അവിടെ മഞ്ഞ് കട്ടാ നിൽക്കുന്നുണ്ടോ കണ്ടോ, നല്ല രസമില്ലേ. അപ്പോൾ ഇതുപോലെ കട്ടുപടലിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മളിപ്പം ഇതിനകത്തൂടെ നടന്നു വന്നത്. അങ്ങനെ ഒരു സ്ഥലമാണ് നമ്മുടെ വസ്തു. ഇതിപ്പോൾ നമ്മുടെ വസ്തു അല്ല, വേറെ ഒരാളുടെ പ്ലെയിനായിട്ട് കിടക്കുക. അപ്പോൾ അവിടെ മൊത്തം ഇതുപോലെ കട്ടുപടൽ കയറി ഫുള്ള് നശിച്ച് കിടക്കുവാണ്. ഇതാണ് കട്ടുപടൽ. കാടും പടലും എന്ന് പറയാനുള്ള കാരണത്തിൽ ഇതാണ് ആ പടൽ കേട്ടോ. ഇതാണ് ഇവിടെ, ഇത് നമ്മുടെ വസ്തു അതിനോട് തന്നെ ചേർന്നുണ്ട്. അതിനപ്പുറം ഫോറസ്റ്റ് ഏരിയ ആണ്. നമുക്ക് ഈ മരങ്ങളൊന്നും വെട്ടാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ ഇതൊക്കെ നമ്മുടെയാണ്. ഇവിടെയൊക്കെ ഫുൾ കാട് കയറി കിടക്കുകയാണ്. കാരണം നമുക്കിങ്ങോട്ട് ഒരു സമയ പരിധിക്കുള്ളിൽ ഇങ്ങോട്ട് കയറി വരാൻ പറ്റത്തില്ല. ആനയൊക്കെ വരുന്ന സ്ഥലമാണ്. അതാണിത്. ഇതാണ് ശരിക്കും കട്ടുപടൽ കേട്ടോ. കണ്ടോളൂ കാട്ടിലേക്കുള്ള യാത്രയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ ആകാശം കണ്ടോ കിടുക്കാച്ചിയായിട്ടുണ്ട്. വാഴയൊക്കെ നട്ടിട്ടുണ്ട്. വാഴ കിട്ടുമോ എന്തോന്നും അറിയത്തില്ല. കണ്ട് ഇതുപോലെ ഉണ്ട്. ഈ നമ്മുടെ വെക്കുന്ന സാധനമൊക്കെ ഈ കട്ടുപടൽ കയറി ഫുൾ അങ്ങ് നശിപ്പിക്കും. അത് കയറി കഴിഞ്ഞാൽ പിന്നെ മൂടോടെ നമ്മുടെ വെച്ചതൊക്കെ നശിപ്പിച്ച് കളയും. അങ്ങനെയാണ്. ഈ പടൽ എത്ര പറിച്ച് കളഞ്ഞാലും അതിൻ്റെ വേര് ഇവിടെ ഉണ്ടാകും, അത് പോകത്തില്ല. അങ്ങനെ ഒരു സാധനമാണ്. പിന്നെ ഇത് ലാസ്റ്റ് കാട്ടിൽ തീ കയറി അങ്ങനെയാണ് ഇത് പോകുന്നത്. ഈ തീ കയറിയപ്പോൾ പോയത്. പിന്നെ ആ ചുവന്ന് നിൽക്കുന്നില്ലേ, അത് മൊത്തം മുള്ളാണ്. ഇങ്ങനെ പടക്കം പൊട്ടിക്കുന്ന പോലത്തെ ഒരു ടൈപ്പ് മുള്ളുണ്ട്. എലിമുള്ളെന്നാണ് പറയുന്നത് കേട്ടോ. എലിമുള്ളെന്നാണ് പറയുന്നത്. ദേഹത്ത് കൊണ്ടുകഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ്. അമ്മ ഇവിടെ ഓരോന്ന് വെട്ടി തെളിക്കുന്നുണ്ടേ
ഞങ്ങൾ ഈ താഴെ വശത്തൊന്നും കാടില്ല കണ്ടോ. ഇതുപോലാണ് ഇതിനകവും ഇതിന്റെ അടിവശത്തൊക്കെ പന്നി കിടക്കുന്ന സ്ഥലമൊക്കെ ആയിരിക്കും ചിലപ്പോൾ. പറയുന്നുണ്ട് എന്തോ അമ്മേ, AC പോലാണ് ഇവിടെ കിടന്ന് ഉറങ്ങാൻ നല്ല. നമ്മളിപ്പോൾ കയറി വരുമ്പോഴും തോണ്ട് അവിടെയൊക്കെ കണ്ടോ, അവിടെയൊക്കെ നല്ല വെയിലാണ്. പക്ഷെ ഇവിടെ ഈ കട്ടുപടലിൻ്റെ അടി എന്ന് പറയുമ്പോൾ നല്ല തണുപ്പാണ്. ഇതിൻ്റെ അടിയിലൊക്കെ ഓരോ പന്നികളും അങ്ങനെയുള്ള വന്യമൃഗങ്ങളൊക്കെ കൂട് കൂട്ടിയിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ എന്ന് വെച്ചാൽ ഇതുപോലെ ഹൈറ്റിൽ, അത്രയും ഹൈറ്റിൽ നിൽക്കുന്നുണ്ടോ, അതിനടിയൊക്കെ ഇതുപോലെ സേഫ് ആയിരിക്കും. നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന സ്ഥലമായിരിക്കും. വേറെ ഒരു പ്രശ്നവുമില്ല. ഇവിടെ എല്ലാം നമ്മൾ ചീര നട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ. ഈ ചീരയിലെല്ലാം ആ കട്ടുപടൽ കയറി ചുറ്റിയിട്ട് പോയതാണ്. അതാണ് അമ്മ പറയുന്നത്. അമ്മ ഇവിടെ കുറേ വെട്ടിയൊക്കെ നോക്കി, പക്ഷെ പറ്റുന്നില്ല, ഒന്നും കിട്ടിയില്ല. പക്ഷെ താഴെ ഇപ്പോൾ ഉണ്ട് വേണ്ട ഈ ചീര, നമ്മുടെ മൈസൂർ ചീരയില്ലേ, വേലിച്ചീര എന്നൊക്കെ പറയുന്ന സാധനം, അമ്മ ഇപ്പോൾ കൊന്ന വെട്ടുന്നുണ്ട്. ഈ പുല്ല് ആർക്കെങ്കിലും വേണമെങ്കിൽ വന്ന് വെട്ടിക്കൊണ്ട്, ഇന്നാളിലൊക്കെ ആരൊക്കെയോ വന്ന് വെട്ടുന്നുണ്ടായിരുന്നല്ലേ അമ്മേ? ആരൊക്കെയോ കുറേ ആൾക്കാർ വെറുതെ കൊടുക്കുന്നു ഞങ്ങൾ കേട്ടോ. പണ്ടൊക്കെ നമുക്ക് പശു ഉള്ളപ്പോൾ ഇത് വന്ന് വെട്ടി അങ്ങ് കൊടുത്താൽ മതി. അവിടെ ഒരു മുരിങ്ങ ഉണ്ടായിരുന്നു. ആ മുരിങ്ങ നിറയും കട്ടുപടൽ കയറി. അത് ചെറുതിലേ കായ്ക്കുന്ന ഒരു മുരിങ്ങയായിരുന്നു. അപ്പം നമ്മൾ ഈ മഴ സീസണൊക്കെ ആയി കഴിയുമ്പോൾ എന്തൊക്കെ കയറി വരുമെന്നൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് കയറില്ലായിരുന്നു. പപ്പ വരും, വെട്ടിയിട്ട് പോകും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മളൊന്ന് ഈ സമയത്ത് കയറിയാണ്. പക്ഷെ നല്ല വെയിലുണ്ട് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇവിടെ ഇനിയും കോലിഞ്ചി സമയമൊക്കെ ആകുമ്പോൾ ഇതാണ് കോലിഞ്ചി ചണ്ണയ്ക്കൊക്കെ ആ സമയമാകുമ്പോൾ നമ്മളെപ്പോഴും ഇവിടെ ഉണ്ട്. ഇതുണ്ട് ഇതുപോലെ നമ്മൾ ഈ കാട്ടിക്കൂടിയാണ് കയറി വന്നത്. ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു കൂളിംഗ് ആണ് കേട്ടോ. നല്ല AC-ക്കകത്തിരിക്കുന്ന പോലെ ഒരു കൂളിംഗാണ്. കാരണം ഈ പടലെല്ലാം കൂടെ മണ്ടേ വന്നിങ്ങനെ കിടക്കുമല്ലേ. അപ്പം നമ്മളിങ്ങനെ നുഴഞ്ഞാണ് പോകുന്നത്. എനിക്ക് നീളമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, എനിക്ക് നേരെ നടക്കാം. പക്ഷെ ഹൈറ്റ് ഉള്ള ഒരാൾ വന്നാൽ എന്താണേലും കുനിഞ്ഞേ പോകാൻ പറ്റത്തുള്ളൂ. ഇതാണ് കോലിഞ്ചി, അമ്മ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് കോലിഞ്ചി. ഇതിൻ്റെ കിഴങ്ങ് ആവാറായിട്ടില്ല, അതിൻ്റെ സീസൺ ആയിട്ടില്ല കളയ്ക്കാനുള്ള. മാർച്ചിലാണ് അതിൻ്റെ സീസൺ. ഇത് കണ്ടോ, ഈ കോലിഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ ഏലത്തിൻ്റെ ഒക്കെ ഒരു സെയിം ഇത് തന്നെ. പക്ഷേ ഏലത്തിന് ഈ കുരു ഇതുപോലെ എടുക്കുന്നത്. പക്ഷേ കോലിഞ്ചിക്ക് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇഞ്ചിയാണ്, ചുവട്ടിലുള്ള കിഴങ്ങ് എടുത്തിട്ട് ചെത്തി ഉണക്കി നമ്മുടെ സുഗന്ധദ്രവ്യങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഇത് കണ്ടോ, ആ ഏലത്തിൻ്റെ അതേ സെയിം കായൊക്കെ തന്നെ അതിൻ്റെ വർഗ്ഗത്തിൽ പെടുന്നതാണ്. പക്ഷേ ഉപയോഗം രണ്ടിൻ്റെയും രണ്ടാണ്. ഇത് കണ്ടോ, ഇതാണ് അൽബീസ. വേണ്ടി നിൽക്കുന്നത്. ഇത് മാത്രം നമ്മുടെ പറമ്പുകളിൽ നിന്ന് വെട്ടാൻ പറ്റും. നല്ല വണ്ണമായി കഴിഞ്ഞാൽ ആ മോഹവിലയാണ് നമുക്ക് ഈ തടിക്ക് കിട്ടുന്നത്. തേക്ക് പോലല്ല, ഇതിൻ്റെ ഒരു വിളവ് സമയമായി കഴിയുമ്പോൾ നമുക്കിത് വെട്ടിക്കൊടുക്കാൻ പറ്റും. പക്ഷേ മറ്റുള്ള ഒരു സാധനങ്ങളും, തേക്ക്, ഈട്ടി അങ്ങനെയുള്ള ഒരു സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് വെട്ടി വിൽക്കാനൊന്നും പറ്റത്തില്ല. കാരണം ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് അവരുടെ പെർമിഷൻ വേണം. അതുകൊണ്ട് അവിടെ ഒരു പേരയുണ്ട്. ആ പേര നിറച്ച് ഈ കട്ടുപടൽ കയറി കിടക്കുക. ചിലപ്പോൾ അതേ പേരയ്ക്ക് കാണുമേ കേട്ടാ. അങ്ങനെ അമ്മ വിറകൊക്കെ പറക്കി രണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്ത് വെച്ചാൽ കെട്ടിയേക്കുന്നതെന്ന് അറിയാവോ? നമ്മുടെ കോലിഞ്ചി വള്ളി വെച്ചിട്ടാണ്. കോലിഞ്ചി വള്ളി വെച്ചിട്ട് കെട്ടുന്നതാണ് ഈ വള്ളി. അമ്മ പണ്ട് പോച്ച കെട്ടുന്നതും, പോച്ച നമ്മുടെ പുല്ല് ഇറത്തിട്ട് പശുവിന് കൊണ്ടുപോകത്തില്ലേ, അത് നല്ല സെറ്റപ്പായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ വീട്ടിലോട്ട് എടുത്തുകൊണ്ട് പോകണം. ഇതിപ്പോൾ അമ്മ ഒരു കെട്ടേ ഉണ്ടാക്കിയിട്ടുള്ളൂ, എനിക്കുള്ളതില്ല. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു അല്ലേ അമ്മേ? അമ്മ ഇനി പൊക്കി തല വെക്കണം അമ്മയുടെ. അപ്പം അമ്മ ഇതുകൊണ്ട് വീട്ടിലോട്ട് പോവാണ്. ഇനി നമ്മൾ ആ കയറി വന്ന അത്രയും കയറ്റം താഴോട്ട് ഇറങ്ങി പോകണം കണ്ടോ. സൂക്ഷിച്ചിറങ്ങി പോയില്ലെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ സൂക്ഷിച്ച്, ഞാൻ ഇരുമ്പെടുത്തിട്ടുണ്ട്. റബ്ബറോ? അമ്മ റബ്ബർ വെട്ടി കാണിക്കാന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. അമ്മയുടെ ടാപ്പിങ്ങും കൂടെ ഞാൻ വൈറലാക്കി തരാം കേട്ടോ. അമ്മ ടാപ്പ് ചെയ്യും. രാവിലെ എണ്ണിക്കണം, പക്ഷെങ്കിൽ അതാണ് അതിൻ്റെ റൂള് പറഞ്ഞേക്കുന്നത്. രാവിലെ എണ്ണിക്കാൻ മടിയാണ്, അതാണ് പ്രശ്നം. ആ രാവിലെ, നാളെ എന്ന് പറയുമ്പം രാവിലെ കയറി വരണം. പപ്പ അറിയണ്ട കേട്ടോ അമ്മ റബ്ബറെ കത്തി വെച്ചെന്നുള്ളത്. അല്ലെങ്കിൽ പറയും ഇനി ആ റബ്ബർ ഞാൻ വെട്ടത്തില്ലെന്ന് പപ്പ പറയും. പപ്പ സ്വന്തം കൊച്ചിനെ പോലെ കൊണ്ട് നടക്കുന്ന റബ്ബർ, അതെ വേറെ ആരെങ്കിലും കത്തി വെച്ച് കഴിഞ്ഞാൽ പപ്പായ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അവിടെയൊക്കെ കണ്ടോ, അവിടെയൊക്കെ മലവാഴയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വീട്ടിലോട്ട് ഇറങ്ങി പോവാണ് കണ്ടോ. ഇനി താഴോട്ട്, അമ്മ താഴോട്ട് ഇറങ്ങിപ്പോയി. അമ്മയ്ക്ക് അധികം നേരം അത് പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല, കാരണം തലവേദനിക്കും വിറക് കൊണ്ടു കയറുന്നത് കൊണ്ട്. അപ്പോൾ ഗൈസ് ടാറ്റ. ഇനി അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ഇതുപോലുള്ള കാട്ടിലെ വീഡിയോസുകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ മറക്കണ്ട, കാടും പടലും പത്തനംതിട്ട സീതത്തോട് സൂര്യയാണ് നിങ്ങളോടൊപ്പം ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബൈ ബൈ. അപ്പോൾ അമ്മ അതുകൊണ്ട് താഴെ എത്തിയിട്ടുണ്ട്, ഞാനിനി അവിടെ എത്തണം. അപ്പോൾ ഇറങ്ങി പോട്ടെ. ബൈ ബൈ.